ഗേസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വന്നിട്ടുള്ളതുണ്ടല്ലോ കഷ്ണം മീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ണം മീൻ ഒരു 1/4 കിലോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കഷ്ണം വെട്ടിയതാണ്, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 10-18ഓളം ചെറുള്ളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതേമാതിരിക്ക് തന്നെ ഒരു 6-7 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, അതേമാതിരിക്ക് തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അത് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, പിന്നെ മസാലപ്പൊടികളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളകും പൊടി കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നല്ല എരിവുള്ള മുളകും പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സാധാ മുളകും പൊടിയും, അതേമാതിരി തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടിൻ്റെ എല്ലാം കൂടെ കൂട്ടിയെടുത്താൽ മതി. പിന്നെ അത് നമ്മൾ ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ടല്ലോ ഉപ്പാണ് കേട്ടോ. ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് പിന്നെ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ എല്ലാം പേസ്റ്റാക്കി അടിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ മസാലയൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മീനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ സൂത മീനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വെള്ളസൂത അല്ലേ കേട്ടോ, മറ്റേ സൂത മീനാണ് എടുത്തിട്ടുള്ളത്, കഷ്ണം മീൻ. അപ്പോൾ അത് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിച്ചത് ഇത് പിന്നെ കുറച്ച് മീനും കൂടുതൽ മസാലയൊക്കെ എന്നില്ലേ. അപ്പോൾ അതിൻ്റെ മസാലയാണ് മക്കളെ അടിപൊളിയാണ് കേട്ടോ. ഈ മസാല മാത്രം മതി നമുക്ക് ചൂട് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ എന്നുണ്ടല്ലോ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടതിന്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിൻ്റെ ജാർക്കാണല്ലോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കുഴച്ചിട്ട് നല്ല കുഴച്ചെടുത്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക മസാലയിൽ. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടുണ്ടല്ലോ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറേലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അത് ഞാൻ 1/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാന് ചൂടായതിന് ശേഷം നമ്മൾ ഓയിലാണ് വെച്ചെടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് മീനുണ്ടല്ലോ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നിരത്തി വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. പെട്ടെന്നായിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ഒരു 3/4 ഭാഗത്തോളം അത്രയും വെന്താൽ മതി കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ വേവിച്ചെടുക്കും കൂടെ ചെയ്യും. അപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ ഇതേമാതിരി നിരത്തി വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ മേലക്കൊന്ന് ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വെന്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അത് നമ്മളെ മീനൊക്കെ അത്യാവശ്യം ഒരു ഭാഗം നല്ല വെന്ത് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങേ ഭാഗം കൂടെ ഒന്ന് വീണ വരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഉണ്ടല്ലോ ഈ മീനിൻ്റെ മസാല ഉണ്ടല്ലോ ചോറിൻ്റെ കൂടെ ചപ്പാത്തിക്ക് അപ്പത്തേക്ക് അതേമാതിരിക്ക് തന്നെ നമ്മൾ കപ്പൊക്കെ പുഴുങ്ങിയിട്ടുണ്ടല്ലോ ഒക്കെ കൂട്ടി കഴിക്കാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേമാതിരിക്ക് എന്തായാലും കഷ്ണം മീൻ കിട്ടുമെന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ കഷ്ണം വെട്ടിയതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ പൊടിഞ്ഞും പൊട്ടിയൊക്കെ നിൽക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമല്ലോ, നല്ല റൗണ്ടിലൊക്കെ ഒരു ഷേപ്പിൽ നല്ല കട്ട് ചെയ്ത് തരുമല്ലോ. അങ്ങനെ കിട്ടുമ്പോൾ അതേമാതിരിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും, കാണാനും കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ കുറച്ച് ഓയിൽ കമ്മിൻ്റെ മുഴുവനായിട്ടും മറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല 2 സൈഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാല പെട്ടെന്ന് ഒന്ന് അടി പിടിച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് കുറച്ച് കൂട്ടി വെച്ചിട്ട് അപ്പോൾ ഒന്ന് അടി പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീനൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഈ അടി പിടിച്ചതുണ്ടല്ലോ ഒഴിവാക്കിയിട്ട് വേണം ഈ പാനിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതുണ്ടല്ലോ ഈ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ഫിഷ് വേവിച്ചെടുത്തല്ലോ അതിൻ്റെ ബാക്കി മസാല ഞാനിട്ടത് കുറച്ച് വെള്ളം കൂടെ ചേറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ കരിവേപ്പില കയ്യിലുണ്ടെങ്കിൽ ഏത് സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടുണ്ടായില്ല, പിന്നെ ഞാൻ എടുക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. പെരും മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അപ്പോൾ കരിവേപ്പില ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുള്ളത് നമ്മൾ അരച്ചപ്പോൾ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളതിൽ മസാലയിലോ പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നോക്കിയിട്ട് വേണം, ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം ഇതിൽ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലേശം ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലോണം നിലക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം നിലക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മാത്രം വേണം പിന്നെ നമ്മൾ മീൻ പൊരിച്ചതിലെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ മീൻ പൊരിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കാശ്മീരി മുളകും പൊടിയും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ കറിക്ക് ഒന്നുകൂടെ കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നല്ല ഇതൊക്കെ എരിവും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ
കാശ്മീരി മുളകും പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ എരി കുറവായിരിക്കും, പക്ഷെ നല്ല കളറും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മീനുണ്ടല്ലോ മുഴുവനായിട്ട് പൊരിച്ചത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് മസാല ഒലിക്കണം തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നേരത്തെ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ. ഈ മസാല വറ്റി വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആകുന്നല്ലാതെ മസാല മീൻമ പിടിക്കൂല. അപ്പോൾ എന്തായാലും ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടില്ല നമ്മൾ മീനൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. നമ്മൾ മീനുണ്ടല്ലോ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേമാതിരിക്ക് തന്നെ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് അങ്ങേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ പൊരിച്ചിട്ടൊന്ന് വെന്ത് തന്നെയാണ്, എന്നാലും ഈ മസാലയൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ നമ്മളൊന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമുക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് അവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്, മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഈ മസാല മാത്രം മതി കേട്ടോ നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ കറിൻ്റെ ആവശ്യമൊന്നും ഒട്ടുമില്ല, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറച്ചുകൂടി ഗ്രേവി വേണമെന്ന് വെച്ചെങ്കിൽ ചൂടുവെള്ളം ലേസം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. വേറെ എന്താണെന്ന് വെച്ചാൽ പച്ചവെള്ളം യൂസ് ചെയ്യരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഈ മസാല കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മസാല മീൻ കഷ്ണം മീൻ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ മുന്നിട്ട് വീഡിയോ ബീഫ് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരേ മരിക്കൻ ഉണ്ടാക്കണ്ടല്ലോ, ഒന്ന് വ്യത്യാസമായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുകൊണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഫിഷൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മസാല ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇളക്കും പിന്നെയും കഴിക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒന്ന് ലൂസായി വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല കൂടുതൽ നല്ല ടൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുഞ്ഞു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.